അഗ്നി 1, പൃഥ്വി 2, ആകാശ് പ്രൈം. ഇന്ത്യയുടെ 3 പുതിയ മിസൈലുകളുടെ പേരാണ്. ആ പേരുകളിൽ നിന്ന് തന്നെ അറിയാം, ആകാശം, ഭൂമി, പിന്നെ അഗ്നി. ആകാശവും ഭൂമിയിലെ ആകാശവും കരയും കടലും കീഴടക്കാൻ അഗ്നി പോലെ ചേർന്ന ആയുധ സാമ്രാജ്യം ഇപ്പോൾ ഇന്ത്യക്ക് സ്വന്തം. ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നുള്ള നിരവധി പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇന്ത്യയുടെ സൈനിക മേധാവികളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരിഷ്കരിച്ചിരിക്കുന്ന ഈ മിസൈൽ പതിപ്പുകൾ ഒരിക്കലും വെറുതെയാവില്ല. കൂടുതൽ ഉയർന്ന ആകാശ വിധാനങ്ങളിൽ കൃത്യതയോടെ ലക്ഷ്യം നിർവഹിക്കുന്ന മിസൈലുകൾ, ഇതായിരുന്നു സൈന്യത്തിന്റെ ആവശ്യം. ആ ലക്ഷ്യം പൂർത്തിയായിരിക്കുന്നു. മറ്റൊരു പ്രത്യേകത, ഒരു ദിവസത്തിനുള്ളിൽ, അതായത് വെറും 24 മണിക്കൂറിനുള്ളിലാണ് ഇവയുടെ കാര്യക്ഷമത ഇന്ത്യ പരീക്ഷിച്ചത്. 3 മിസൈലുകളുടെ ഈ പരിഷ്കരിച്ച പതിപ്പുകളിലൂടെ പ്രതിരോധ രംഗത്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനം ചൈനയുടെയും തുർക്കിയുടെയും ഡ്രോണുകളെ പരാജയപ്പെടുത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ അനുഭവം ഉൾക്കൊണ്ട് പരിഷ്കരിച്ച മിസൈലുകൾ ആയതുകൊണ്ട് പാകിസ്ഥാൻ തുർക്കിയിൽ നിന്നും പുതിയ ഡ്രോണുകൾ വാങ്ങുന്നതോടെ അവയെ നേരിടാൻ ആകാശ് പ്രൈം, പൃഥ്വി 2, അഗ്നി 1 എന്നീ 3 മിസൈലുകൾക്കാകും. ഇന്ത്യയുടെ പ്രതിരോധ കിരീടത്തിലെ പൊൻതൂവലുകൾ ആവുകയാണ് ഈ 3 മിസൈലുകളും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് കണ്ടാണ് പാകിസ്ഥാൻ വരേണ്ടത് എങ്കിൽ ഇനി ഈ 3 മിസൈലുകൾ പാകിസ്ഥാനുള്ള ഇന്ത്യയുടെ മറ്റൊരു താക്കീതാണ്. ജൂലൈ 16, 17 തീയതികളിലായാണ് ഇന്ത്യയുടെ തന്ത്രപരവും സാങ്കേതിക കരുത്തും വിളിച്ചോതുന്ന 3 മിസൈലുകൾ 24 മണിക്കൂറിനകം ഇന്ത്യ പരീക്ഷിച്ചത്. സമുദ്രനിരപ്പിൽ നിന്നും 15,000 അടി ഉയരത്തിൽ അതിവേഗതയിൽ കുതിക്കുകയായിരുന്ന 2 ഡ്രോണുകളെ കൃത്യമായി ആകാശ് പ്രൈം മിസൈൽ അടിച്ചിട്ടു. ലഡാക്കിൽ നടന്ന പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ദൗത്യം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച ആകാശ് മിസൈൽ സംവിധാനത്തിന്റെ പരിഷ്കരിച്ച സംവിധാനമാണ് പുതിയ ആകാശ് പ്രൈം. ജൂലൈ 16-നാണ് ആകാശ് പ്രൈം പരീക്ഷിച്ചത്. ഇതിന്റെ വീഡിയോ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഓക്സിജൻ കുറഞ്ഞ, കൂടുതൽ കാറ്റുള്ള കടുത്ത കാലാവസ്ഥയിലും കൃത്യമായി ആകാശ് പ്രൈം പ്രവർത്തിച്ചു. കരയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്നവയാണ് ആകാശ് പ്രൈം. യുദ്ധവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ ചെറുക്കുന്നതാണ് ആകാശ് പ്രൈം. ഇതിൽ ഘടിപ്പിച്ച രാജ്യാന്തര റഡാർ ശത്രു നീക്കങ്ങൾ കൃത്യമായി മുൻകൂട്ടി രേഖപ്പെടുത്താൻ കഴിവുള്ളതാണ്. ഇന്ത്യയുടെ അതിർത്തിയിലെ പർവ്വത പ്രദേശങ്ങളിലാണ് ആകാശ് പ്രൈം വിന്യസിക്കുക. ജൂലൈ 17-നാണ് അഗ്നി 1, പൃഥ്വി 2 എന്നീ മിസൈലുകൾ പരീക്ഷിച്ചത്. ഒഡീഷയിലെ ചാന്ദിപൂർ മേഖലയിലാണ് ഇവ രണ്ടും പരീക്ഷിച്ചത്. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇവ ദ്രവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന പൃഥ്വി 2 കൃത്യതയോടെ 350 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ അടിച്ചിടാൻ കഴിവുള്ള മിസൈലാണ്. അഗ്നി 1 ആകട്ടെ 700 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കും. ഈ 2 മിസൈലുകൾക്കും ആണവ സ്ഫോടക വസ്തുക്കൾ വരെ വഹിക്കാൻ സാധിക്കും. 15,000 അടി ഉയരത്തിലാണ് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയത്. വ്യോമസേനയ്ക്കൊപ്പം DRDOയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. മിസൈൽ സംവിധാനം വികസിപ്പിച്ചത് കേന്ദ്ര പ്രതിരോധ ഏജൻസിയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO ആണ്. വേഗത്തിൽ ചലിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് 2 തവണ മിസൈൽ കൃത്യമായി പതിച്ചു എന്നും ദുർഘടമായ സാഹചര്യങ്ങളിലുള്ള മിസൈൽ സംവിധാനത്തിന്റെ മികവാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നും പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സേനയിലെ 3rd, 4th റെജിമെന്റുകളുടെ ഭാഗമായിരിക്കും ആകാശ് പ്രൈം. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ശ്രമങ്ങളെ തകർത്തതിൽ സുപ്രധാന പങ്ക് വഹിച്ച മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആകാശ്. ചൈനീസ് ജെറ്റുകളും ടർക്കിഷ് ഡ്രോണുകളും ഉപയോഗിച്ചുള്ള പാക് ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ആകാശ് മിസൈൽ സംവിധാനങ്ങളാണ് ഇന്ത്യയെ സഹായിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ആകാശ് മിസൈൽ സംവിധാനങ്ങൾ. കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്നതും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിപ്പിക്കാവുന്നതുമാണ് മിസൈൽ സംവിധാനം. ആകാശ് മാർക്ക് I, ആകാശ് 1, ആകാശ് S, NG എന്നിങ്ങനെ ഈ മിസൈൽ സംവിധാനത്തിന്റെ വിവിധ പതിപ്പുകൾ നേരത്തെ പുറത്തിറക്കിയിട്ടുണ്ട്. ആകാശ് NG, അതായത് നെക്സ്റ്റ് ജനറേഷൻ പ്രതിരോധ സംവിധാനത്തിന് 70 മുതൽ 80 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാനാകും. അതിവേഗത്തിലെത്തുന്ന മിസൈലുകൾ, റഡാർ ക്രോസ് സെക്ഷൻ കുറവുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ തകർക്കാൻ സഹായിക്കുന്ന അത്യാധുനിക സംവിധാനവും ആകാശ് NGയിലുണ്ട്. കരയിൽ നിന്ന് ആകാശത്തെ ലക്ഷ്യങ്ങളിലേക്ക് പ്രയോഗിക്കുന്ന സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് ആകാശ് 1S. പൃഥ്വി 2, അഗ്നി 1 ഈ 2 മിസൈലുകളും പാകിസ്ഥാന് മാത്രമുള്ളതാണ്. അതേസമയം അഗ്നി 2 2000 കിലോമീറ്റർ, അഗ്നി 3 3000 കിലോമീറ്റർ നിയർ ICBM ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, അഗ്നി 5 5000 കിലോമീറ്റർ എന്നിവ പ്രധാനമായും ചൈനയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. 1000 മുതൽ 2000 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള പുതുതലമുറ അഗ്നി പ്രൈം ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രീ ഇൻഡക്ഷൻ നൈറ്റ് ട്രയലുകൾ DRDOയും SFCയും നടത്തിവരുന്നുണ്ട്. രാജ്യത്തിന്റെ ആണവായുധ ശേഖരത്തിലുള്ള അഗ്നി 1, അഗ്നി 2 മിസൈലുകളെ ക്രമേണ ഇത് മാറ്റി സ്ഥാപിക്കും. ഖര ഇന്ധനം പ്രവർത്തിക്കുന്ന അഗ്നി പ്രൈം അഗ്നി ശ്രേണിയിലെ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണ്. പുതിയ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളും കോമ്പോസിറ്റ് റോക്കറ്റ് മോട്ടോർ കേസിംഗുകളും നൂതന നാവിഗേഷൻ ഗൈഡൻസ് സിസ്റ്റങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഗ്നി പ്രൈം അഗ്നി 5 പോലെയുള്ള ഒരു കാനിസ്റ്റർ ലോഞ്ച് സിസ്റ്റമാണ്.
ഇത് ചൈനയുടെ വടക്കേയറ്റത്തെ ഭാഗങ്ങളെ പോലും ആക്രമണ പരിധിയിൽ കൊണ്ടുവരുന്നു. ഇവ രണ്ടും ഒരുമിച്ച് ഇന്ത്യയുടെ ആണവ പ്രതിരോധ നിലയ്ക്ക് കൂടുതൽ കരുത്ത് പകരും. ഈ രണ്ട് മിസൈലുകളും SFCയിൽ ഉൾപ്പെടുത്താനുള്ള പ്രക്രിയയിലാണ്. കൂടാതെ പുതിയ റെജിമെന്റുകൾ ഉയർത്തുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. കാനിസ്റ്റർ ലോഞ്ച് മിസൈലുകളുമായി വാർഹെഡുകൾ ഇതിനകം തന്നെ ചേർത്തിട്ടുണ്ട്. അവ ദീർഘകാലത്തേക്ക് സൂക്ഷിക്കുന്നതിനും ആവശ്യമുള്ളപ്പോൾ റെയിൽ വഴിയോ റോഡിലൂടെയോ വേഗത്തിൽ കൊണ്ടുപോകുന്നതിനും ആവശ്യമുള്ളിടത്ത് നിന്ന് വെടിവെക്കുന്നതിനും ആവശ്യമായ പ്രവർത്തന വഴക്കം SFCക്ക് നൽകുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് 11 ആദ്യമായി ഒന്നിലധികം വാർഹെഡുകൾ അല്ലെങ്കിൽ ഒന്നിലധികം സ്വതന്ത്രമായ ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിളുകൾ ഉപയോഗിച്ച് അഗ്നി 5 പരീക്ഷിച്ചിരുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മിസൈലിന് 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള വ്യത്യസ്ത ലക്ഷ്യങ്ങളിൽ 3-4 വാർഹെഡുകൾ എത്തിക്കാൻ കഴിയും. തീർച്ചയായും നമുക്കറിയാം, ചൈന മുന്നിലാണ്. നിലവിലുള്ള 600 വാർഹെഡുകളുടെ ശേഖരത്തിലേക്ക് അവർ എല്ലാ വർഷവും ഏകദേശം 100 ന്യൂക്ലിയർ വാർഹെഡുകൾ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം 12,000 കിലോമീറ്റർ കൂടുതൽ പരിധിയുള്ള ഡോങ്ഫെങ് 5 DF-41 പോലുള്ള ICBMകൾ വിന്യസിക്കുന്നു. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ വിലയിരുത്തൽ പ്രകാരം ഇന്ത്യക്ക് 180 വാർഹെഡുകളും പാകിസ്ഥാന് 170 വാർഹെഡുകളും ഉണ്ട്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.